നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭാഗ്യചക്രം അസ്ട്രോ എന്ന ചാനലിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന, നിങ്ങളുടെ തലവര തന്നെ പാടെ മാറിമറിയാൻ പോകുന്ന ഒരു വലിയ പുണ്യകാലമാണ് വരാൻ പോകുന്നത്. ജ്യോതിഷശാസ്ത്രം പറയുന്നതനുസരിച്ച് ആകാശത്ത് സംഭവിക്കുന്ന ചില പ്രത്യേക ഗ്രഹസ്വാധീനങ്ങളും നക്ഷത്രമാറ്റങ്ങളും ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാത്രം ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സമ്മാനിക്കാറുണ്ട്. അത്തരത്തിൽ ഈ ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന വമ്പൻ ഗ്രഹമാറ്റങ്ങളും വാഹനമുഹൂർത്തങ്ങളും ശുക്രന്റെ അതിശക്തമായ സ്ഥാനബലവും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിമിഷനേരങ്ങൾ കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് മുൻകൂട്ടി കാണാനോ പ്രവചിക്കാനോ കഴിയില്ലെങ്കിൽ പോലും കൃത്യമായ ജ്യോതിഷഫലപ്രകാരം നോക്കുമ്പോൾ നമ്മുടെ ഭാവിയിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു ശുഭയോഗത്തെ നിഷ്പ്രയാസം മുൻകൂട്ടി കാണാൻ സാധിക്കും. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും വളരെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഉടനടി ഒരു പരിഹാരമുണ്ടാകണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവരാണ്. നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ മാനസികമായും സാമ്പത്തികമായും വല്ലാതെ തകർന്ന അവസ്ഥയിലാണ് നിങ്ങളിൽ ചില വ്യക്തികളുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളിൽ തെളിയാൻ പോകുന്നത് വലിയൊരു രാജയോഗമാണ്. ഈ ശുഭയോഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ നേട്ടങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മുക്തിയെക്കുറിച്ചും നമുക്ക് വളരെ ലളിതമായി ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇന്ന് ഈ അധ്യായം കാണുന്നവരിൽ വിദേശത്തേക്ക് പോകാൻ വിസയ്ക്ക് അപേക്ഷിച്ച് ഒരടി മുന്നോട്ട് നീങ്ങാതെ കാത്തിരുന്ന് മടുത്തവരുണ്ടാകാം. ജോലിയിൽ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും പുരോഗതിയില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ടാകാം. സ്വന്തമായി ഒരു കാർ വാങ്ങണം എന്ന വലിയ സ്വപ്നം നെഞ്ചിലേറ്റി നടക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും പ്രതികൂലങ്ങളും മറ്റാരും അനുഭവിച്ചിട്ടുണ്ടാകില്ല. കാരണം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. അത്രയധികം ദുരനുഭവങ്ങളും മനസ്സ് തകർന്നു പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുമാണ് നിങ്ങളിൽ പലരും അടുത്ത കാലത്തായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വിട്ടുമാറാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരികയും കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഒന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത്. വീടിന് പുറത്തേക്കിറങ്ങിയാൽ കടം തന്നവരുടെ മുഖത്ത് നോക്കാൻ ഭയം, ഒരു ഫോൺ കോൾ വന്നാൽ പോലും അത് അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത അവസ്ഥ. എന്നാൽ വിഷമിക്കേണ്ട, ഐശ്വര്യത്തിന്റെയും ആഡംബരത്തിന്റെയും വാഹനങ്ങളുടെയും പ്രതീകമായ ശുക്രൻ അനുകൂല ഭാവത്തിലേക്ക് എത്തുന്നതോടെ നിങ്ങളുടെ ഈ കഠിനമായ ദുരവസ്ഥകൾക്കെല്ലാം ഒരു അറുതി വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും തിരുത്തിക്കുറിച്ചുകൊണ്ട് ഭാഗ്യദേവത തുണയ്ക്കാൻ പോകുന്ന ആ ഒന്നാമത്തെ മഹാഭാഗ്യ നക്ഷത്രം മറ്റാരുമല്ല, അത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് വശമായ അനാവശ്യമായ ദേഷ്യവും പെട്ടെന്നുള്ള ധൃതിയും കാരണം പല കാര്യങ്ങളും കൈവിട്ടുപോയ അവസ്ഥയിലായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടു നിൽക്കുന്ന ചില ഗുപ്തശത്രുക്കളുടെ ശല്യം കാരണം ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഒരു സമാധാനവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല. കൂടെ നിൽക്കുന്നവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന അവസ്ഥ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ ജൂലൈ മാസം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ തന്നെ വിസയും മികച്ചൊരു ഓഫർ ലെറ്ററും കയ്യിൽ കിട്ടുന്നതായിരിക്കും. ജോലിയിൽ വലിയൊരു പ്രൊമോഷനും അതോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഉയർന്ന ശമ്പളവർദ്ധനവും നിങ്ങളെ തേടിയെത്തും. പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് ജൂലൈ ആദ്യവാരത്തിലെ വാഹന മുഹൂർത്തം വളരെ അനുകൂലമായി ഭവിക്കും. ഈ സമയത്ത് നിങ്ങളുടെ അമ്മയോ അമ്മയുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങൾക്ക് വലിയ മിത്രങ്ങളായി കൂടെ നിൽക്കും. നിങ്ങളുടെ ദോഷങ്ങൾ മാറാനും ഈ ഭാഗ്യകാലം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന കഴിക്കുകയും ചെയ്യുക. ഓം ശരവണഭവ എന്ന മന്ത്രം ദിവസവും രാവിലെ 9 തവണ ജപിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ മാറ്റി വലിയ വിജയം തരും. രണ്ടാമതായി, ഈ വലിയ രാജയോഗം കൊണ്ട് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും എടുത്തുപറയത്തക്ക മാറ്റങ്ങൾ വരാൻ പോകുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ശാന്തസ്വഭാവക്കാരും മറ്റുള്ളവരെ സഹായിക്കാൻ മടിയില്ലാത്തവരുമാണ്. എന്നാൽ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് വശം. ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാതെ വഞ്ചിതരായ അവസ്ഥയിലായിരിക്കും നിങ്ങളിപ്പോൾ ഉള്ളത്. മാനസികമായ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കിക്കഴിയുന്ന നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ കടബാധ്യതകളാണ്. എന്നാൽ ഈ ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം സമ്മാനിക്കും.
തടസ്സപ്പെട്ടുകിടന്ന ധനാഗമന മാർഗങ്ങൾ എല്ലാം തുറക്കപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ അവിടെ തന്നെ നല്ലൊരു പദവിയിലേക്ക് ഉയരാനോ ഉള്ള യോഗം കാണുന്നുണ്ട്. പുതിയ കാർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ലോണുകൾ എളുപ്പത്തിൽ പാസ്സാവുകയും ഇഷ്ടവാഹനം സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. പണമിടപാടുകളിൽ ഈ സമയം അതീവ ശ്രദ്ധ പുലർത്തണം. നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ ഒരടുത്ത സുഹൃത്തോ ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ പിന്തുണ നൽകും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നതും നിങ്ങളുടെ ദാരിദ്ര്യ ദുരിതങ്ങൾ മാറ്റി വലിയ സമ്പത്ത് കൊണ്ടുവരും. മൂന്നാമതായി ഈ ഭാഗ്യപ്പട്ടികയിൽ വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ഈശ്വരവിശ്വാസികളും നീതിബോധമുള്ളവരുമാണ്. എങ്കിലും കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങളുടെ കുടുംബത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങളും അസ്വസ്ഥതകളും നിലനിന്നിരുന്നു. എത്ര പണം സമ്പാദിച്ചാലും അത് കയ്യിൽ നിൽക്കാതെ വെള്ളം പോലെ ഒലിച്ചുപോകുന്ന അവസ്ഥയായിരുന്നു. മാനസികമായി വല്ലാതെ തളർന്ന അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. എന്നാൽ ഈ ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റത്തോടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് മുക്തി ലഭിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവർ സ്വപ്നം കണ്ടിരുന്ന വലിയൊരു ജോലി ലഭിക്കും. പ്രത്യേകിച്ചും വിദേശ കമ്പനികളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടിവരും. ഔദ്യോഗിക രംഗത്ത് വലിയൊരു പ്രൊമോഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പുതിയൊരു വാഹനം വാങ്ങാൻ ഏറ്റവും അനുകൂലമായ സമയമാണിത്. നിങ്ങളുടെ നെഗറ്റീവ് വശം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി ആകുലപ്പെടുന്ന ചിന്താഗതിയാണ്. അത് മാറ്റിവെച്ച് പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരും മുതിർന്ന വ്യക്തികളും ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങളുടെ ദോഷങ്ങൾ അകറ്റി ഐശ്വര്യം വരാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ പോയി നീരാജനം സമർപ്പിക്കുക. ഓം സ്വാമിയെ ശരണമയ്യപ്പ എന്ന നാമം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അകറ്റി വലിയ ഉയർച്ച നൽകും. നാലാമത്തെയും അവസാനത്തെയും നക്ഷത്രമാണ് കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ തേജസ്സുള്ളവരും നേതൃത്വപാടവമുള്ളവരുമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദവും അപവാദങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു പോലും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടാകാം. ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ ജൂലൈയിലെ വമ്പൻ ഗ്രഹമാറ്റം കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന സമയമാണിത്. വിദേശത്തേക്ക് പോകാൻ വിസയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ 10 ദിവസത്തിനുള്ളിൽ ശുഭവാർത്ത ലഭിക്കും. ഉയർന്ന ശമ്പളത്തോടു കൂടിയ പ്രമോഷൻ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെ തേടിയെത്തും. പുതിയ കാറോ മറ്റു വാഹനങ്ങളോ വാങ്ങാൻ ഈ മാസം ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നിങ്ങളുടെ നെഗറ്റീവ് സ്വഭാവം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതാണ്. അത് ഈ സമയത്ത് ഒഴിവാക്കണം. നിങ്ങളുടെ പിതാവോ പിതൃതുല്യരായ വ്യക്തികളോ നിങ്ങൾക്ക് വലിയ പിന്തുണ നൽകും. കാർത്തിക നക്ഷത്രക്കാർ ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെ വണങ്ങി ആദിത്യഹൃദയ സ്തോത്രം ജപിക്കുന്നത് എല്ലാവിധ ശത്രുദോഷങ്ങളും മാറ്റി വലിയ വിജയം സമ്മാനിക്കും. ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ 4-ലില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ എല്ലാവരിലും ചെറിയ രീതിയിലെങ്കിലും സ്വാധീനം ചെലുത്തും. പൂർണ്ണമായ ഈശ്വരവിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ടു പോയാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടന്ന് വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം കൈവിടാതെ പ്രാർത്ഥനയോടെ മുന്നോട്ടു പോവുക. നല്ലൊരു കാലം നിങ്ങൾക്കും ഉറപ്പാണ്. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം കമന്റിൽ എഴുതി അറിയിക്കുക. നമ്മൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.